ഇന്ത്യയിൽ കരസേന ദിനമായി ആഘോഷിക്കുന്നത് ഏത് ദിവസമാണ്? ജാനുവരി 15. 2025 ജാനുവരി 15 ഇന്ത്യൻ സൈന്യം അതിന്റെ 77ാമത് കരസേന ദിനം ആഘോഷിക്കുകയാണ്. 1949 മുതൽ ഇന്ത്യൻ സൈന്യം കരസേന ദിനം ആഘോഷിക്കാൻ തുടങ്ങി. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ എത്യോപ്യൻ മരുഭൂമിയിലെ വലിയ ഗർത്തം ഏതാണ്? ദി ഈസ്റ്റ് ആഫ്രിക്കൻ റിഫ്റ്റ് സിസ്റ്റം. കിഴക്കൻ ആഫ്രിക്കൻ റിഫ്റ്റ് സിസ്റ്റം ലോകത്തിലെ ഏറ്റവും വലിയ റിഫ്റ്റ് ആണ്. ഇത് ചെങ്കടൽ മുതൽ മൊസാംബിക് വരെ വ്യാപിച്ചു കിടക്കുന്നു. റിഫ്റ്റ് സിസ്റ്റത്തിന്റെ എത്യോപ്യൻ സെഗ്മെന്റ് വളരെ സജീവമാണ്. 4 അഗ്നിപർവ്വതങ്ങൾ സജീവമായി രൂപഭേദം വരുത്തിക്കൊണ്ടിരിക്കുന്നു. ജമ്മു ആൻഡ് കാശ്മീരിലെ സോണാമാർഗിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഓൾ വെതർ ടണലിന്റെ പേര് ഇസഡ് മോർ ടണൽ. ജമ്മു കാശ്മീരിലെ സോനാമാർഗ് തുരങ്കം 2700 കോടി രൂപ ചെലവഴിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ജഡ്ജിയായ നവാബ് സലാമിനെ ഏത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായാണ് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത്? ലെബനന്റെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായ നവാബ് സലാം അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ അംഗത്വം രാജിവെച്ചു. ഐസിജെയുടെ തലവനായ സലാമിന്റെ കാലാവധി 2027 ഫെബ്രുവരി ആദ്യം അവസാനിക്കേണ്ടതായിരുന്നു. യൂറോപ്യൻ കമ്മീഷൻ ധനസഹായം നൽകുന്ന ഏറ്റവും പഴയ ഐസ് പ്രോജക്ട് ബിയോണ്ട് എപിക. 1.2 ദശലക്ഷം വർഷത്തിലേറെ പഴക്കമുള്ള അന്റാർട്ടിക് മഞ്ഞുപാളിയിൽ നിന്നും മഞ്ഞ് അടങ്ങിയ 2800 മീറ്റർ നീളമുള്ള ഐസ് കോർ വിജയകരമായി തുരന്നുകൊണ്ട് ഏറ്റവും പഴക്കം ചെന്ന ഐസ് പദ്ധതിയായ ബിയോണ്ട് എപിസിഎയുടെ 4ാമത്തെ അന്റാർട്ടിക് കാമ്പയിൻ ഈ ആഴ്ച ഒരു ചരിത്ര നാഴികക്കല്ല് കൈവരിച്ചു. ഈ വർഷം നടന്ന ദേശീയ സീനിയർ പുരുഷ വോളിബോൾ ചാമ്പ്യന്മാരായത് കേരളം. 69ാമത് സീനിയർ നാഷണൽ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് 2025 രാജസ്ഥാനിലെ ജയ്പൂരിലെ സവായി മാൻസിംഗ് സ്റ്റേഡിയത്തിൽ നടന്നു. സർവീസസിനെ പരാജയപ്പെടുത്തി കേരളം ടൂർണമെന്റിൽ 1ാം സ്ഥാനത്തെത്തി. സർവീസസ് മികച്ച പ്രകടനം കാഴ്ചവെച്ചെങ്കിലും കേരളത്തിന്റെ വിജയം 25-20, 26-24, 19-25, 21-25, 15-12 എന്ന സ്കോറിൽ നിന്ന് തടയാൻ അവർക്ക് കഴിഞ്ഞു. വൻ ഭൂരിപക്ഷത്തോടെ ക്രൊയേഷ്യയുടെ പുതിയ പ്രസിഡന്റായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? സൊറാൻ മിലാനോവിച്ച്. യൂറോപ്യൻ യൂണിയന്റെയും വിമർശകനും പ്രതിപക്ഷ പിന്തുണയുള്ള ക്രൊയേഷ്യൻ പ്രസിഡന്റ് സൊറാൻ മിലിനോവിച്ച് ഔദ്യോഗിക ഫലങ്ങൾ അനുസരിച്ച് വീണ്ടും 5 വർഷത്തെ കാലാവധിക്കുള്ള തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷം വിജയിച്ചു. അടുത്തിടെ അന്തരിച്ച കേരളത്തിലെ മുൻ DGP അബ്ദുൽ സത്താർ കുഞ്ഞ്. മുൻ സംസ്ഥാന DGP ആയിരുന്ന അബ്ദുൽ സത്താർ കുഞ്ഞ് അന്തരിച്ചു. 85 വയസ്സായിരുന്നു. 1963 ഇന്ത്യൻ പോലീസ് സർവീസിൽ ചേർന്ന അബ്ദുൽ സത്താർ കുഞ്ഞ് 1966 ആലുവയിൽ അസിസ്റ്റന്റ് എസ് പി ആണ് കേരളത്തിൽ കരിയറിന് തുടക്കം കുറിച്ചത്. കൊച്ചി പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണറായും കോട്ടയം, തിരുവനന്തപുരം, ആലപ്പുഴ SP ആയും സേവനമനുഷ്ഠിച്ചു. EK നയനാർ സർക്കാരിലാണ് അവസാനമായി സേവനം അനുഷ്ഠിച്ചത്. എത്രാമത് ധനകാര്യ കമ്മീഷനാണ് ഇന്ത്യയിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? 16ാം ധനകാര്യ കമ്മീഷൻ. 16ാം ധനകാര്യ കമ്മീഷൻ 2023 ഡിസംബർ 31 രൂപീകരിച്ചു. നീതി ആയോഗിന്റെ മുൻ വൈസ് ചെയർമാൻ ശ്രീ അരവിന്ദ് പനഗരിയ അതിന്റെ ചെയർമാനായി. 2026 ഏപ്രിൽ 1 മുതൽ 5 വർഷത്തേക്ക് കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളും തമ്മിലുള്ള നികുതി വരുമാനം നിർണയിക്കുന്നതിനായി ഭരണഘടനയുടെ ആർട്ടിക്കിൾ 280 പ്രകാരം 16ാം ധനകാര്യ കമ്മീഷൻ രൂപീകരിച്ചു. അഗസ്ത്യാർകൂടത്തെ ബയോസ്ഫിയർ റിസർവായി പ്രഖ്യാപിച്ചത് 2016 അപൂർവ ഔഷധ സസ്യങ്ങളുടെ സ്വാഭാവിക ആവാസ കേന്ദ്രമാണ് അഗസ്ത്യാർകൂടം. 2016 മാർച്ചിൽ യുനെസ്കോയുടെ വേൾഡ് നെറ്റ്വർക്ക് ഓഫ് ബയോസ്ഫിയർ റിസർവ് പട്ടികയിൽ ഈ സ്ഥലം ഉൾപ്പെടുത്തി. ദക്ഷിണേന്ത്യയിലെ പശ്ചിമഘട്ടത്തിലെ നെയ്യാർ വന്യജീവി സങ്കേതത്തിനുള്ളിലെ 1868 മീറ്റർ, അതായത് 1868 മീറ്റർ ഉയരമുള്ള ഒരു കൊടുമുടിയാണ് അഗസ്ത്യാർകൂടം. 2001 റിസർവ് സ്ഥാപിതമായത്. ഈ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. എല്ലാവർക്കും താങ്ക് യു. നമുക്ക് വീണ്ടും കാണാം.